സംഭാഷണവും ആദരവും മുഖമുദ്രയായുള്ള സമൂഹത്തിനായി ശ്രമിക്കാൻ മെഡിറ്ററേനിയൻ ബിഷപ്പുമാരോട് ഫ്രാൻസിസ് പാപ്പ. ദൈവത്തോട് രമ്യതപ്പെടുവിൻ എന്ന ബൈബിൾ വചനം അർത്ഥവത്താക്കാൻ കത്തോലിക്കർ ലോകമെങ്ങും നോമ്പാചരണം തുടങ്ങി. ഈശോയുടെ തിരുഹൃദയം നായക കഥാപാത്രമായി ഒരു ചലച്ചിത്രം പുറത്തിറങ്ങുന്നു. കത്തോലിക്കരും ഓർത്തഡോക്സുകാരും വിശുദ്ധമായി ആചരിക്കുന്ന ബാരിയിലെ വിശുദ്ധ നിക്കോളാസിന്റെ ബസിലിക്കയിലേക്ക് പാപ്പാവാഹനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ എത്തിയപ്പോൾ വിവിധ മെഡിറ്ററേനിയൻ നഗരങ്ങളിലെ 58 ബിഷപ്പുമാർ പരമാചാര്യനെ കാത്തുനിന്നു. കുടിയേറ്റ പ്രതിസന്ധി, അസമത്വം, മതസ്വാതന്ത്ര്യമില്ലായ്മ എന്നിവയെക്കുറിച്ച് 5 ദിവസം നീണ്ടുനിന്ന തങ്ങളുടെ ചർച്ചയുടെ തീരുമാനങ്ങൾ അവർ ഫ്രാൻസിസ് പാപ്പയോട് വിശദീകരിച്ചു. യെരുശലേമിന്റെ ലത്തീൻ പാത്രിയർക്കീസായ മോൺസിഞ്ഞോർ പിയർ ബാറ്റിസ്റ്റ ഇസബെല്ല പറഞ്ഞു, നൂറ്റാണ്ടുകളായി സാംസ്കാരികവും വാണിജ്യപരവും മതപരവുമായ അന്യോന്യ കൈമാറ്റത്തിന്റെ കേന്ദ്രമായിരുന്നു മെഡിറ്ററേനിയൻ. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്നത് യുദ്ധത്തിന്റെയും സംഘർഷത്തിന്റെയും രാഷ്ട്രീയവും മതപരവുമായ ഭിന്നതയുടെയും ഇടമായി മാറി. ഇത് കുറയുന്നതിന് പകരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മധ്യേഷ്യയിലെയും ലിബിയയിലെയും സ്ഥിതി ചിന്തിച്ചാൽ മാത്രം മതി. മധ്യേഷ്യയിലും വടക്കൻ ആഫ്രിക്കയിലുമുള്ള വിവിധ രാജ്യങ്ങളിൽ അരക്ഷിതാവസ്ഥയും സംഘർഷവും പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നതിനാൽ മെഡിറ്ററേനിയൻ പ്രദേശം ഭീഷണിയിലാണ്. അതുപോലെ തന്നെ വിവിധ വംശീയവും മതപരവുമായ സംഘർഷങ്ങളും നിലനിൽക്കുന്നു. ഇസ്രായേലി പാലസ്തീൻ ജനതകൾ തമ്മിലുള്ള സംഘർഷം ഇനിയും പരിഹരിക്കാനായിട്ടില്ല. ഇത് പ്രശ്നങ്ങളെ അപകടകരമായ സ്ഥിതിയിലെത്തിക്കുന്നു. അസമത്വവും യുദ്ധവും കാലാവസ്ഥാ വ്യതിയാനവും കാരണം കുടിയേറ്റം വ്യാപകമാവുകയാണെന്ന് പാപ്പ പറഞ്ഞു. ഇത് സൈനിക നടപടികളിലൂടെ പരിഹരിക്കാനാവില്ല, മറിച്ച് തുല്യ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെ മാത്രമേ മാറൂ. കയ്യേറ്റമെന്ന് വിശേഷിപ്പിക്കാവുന്ന ജനവികാരം ഇളക്കിവിടുന്ന സംഘർഷങ്ങൾ ഭയം ജനിപ്പിക്കുകയാണ്. സംസ്കാരങ്ങൾ തമ്മിലുള്ള സംഘർഷാവസ്ഥ അക്രമവും വിദ്വേഷവും വളർത്തിക്കൊണ്ടിരിക്കുന്നു. വരേണ്യവർഗ വിദ്വേഷമായ പോപ്പുലിസം പ്രചരിപ്പിക്കുന്ന നേതാക്കളുടെ പ്രസംഗങ്ങൾ എന്നെ ഭയപ്പെടുത്തുന്നു. 1930-കളിൽ അവർ വിതച്ച വിദ്വേഷവും ഭയവുമാണ് ഇതെന്നെ ഓർമ്മിപ്പിക്കുന്നത്. അന്തർസംസ്കാര സംഭാഷണവും ഉദ്ഗ്രഥനവും കുടിയേറ്റ ജനതയുടെ അന്തസ്സിനെ മാനിക്കലും വളർത്തിയെടുക്കാൻ സർക്കാരിനെ മാത്രമല്ല എല്ലാവരെയും സഹായിക്കണമെന്ന് പാപ്പ ബിഷപ്പുമാരെ ഉപദേശിച്ചു. നീതിപൂർവമായ സമൂഹം കെട്ടിപ്പടുക്കാൻ ഇത് അനിവാര്യമാണ്. പ്രിയപ്പെട്ട മെഡിറ്ററേനിയൻ പ്രദേശത്തിനു വേണ്ടി ദൈവം നിങ്ങളെ ചുമതലപ്പെടുത്തുന്ന ജോലിയാണിത്. മുറിഞ്ഞുപോയ ബന്ധങ്ങൾ പുനർസ്ഥാപിക്കാൻ, അക്രമത്തിൽ തകർന്നുപോയ നഗരങ്ങൾ പുനർനിർമ്മിക്കാൻ, ഇന്ന് മരുഭൂമിയായി മാറിയ ഇടം പൂന്തോട്ടമാക്കി മാറ്റിയെടുക്കാൻ, നിരാശയിൽ പ്രത്യാശ വളർത്താൻ, സ്വയത്തിൽ ഒതുങ്ങിപ്പോയവരോട് ഭയമകറ്റി സഹോദരീ സഹോദരന്മാരാണെന്ന ബോധ്യം വളർത്താൻ. തുടർന്ന് പാപ്പ 58 ബിഷപ്പുമാരെയും അഭിവാദ്യം ചെയ്തു. വിശുദ്ധ നിക്കോളാസിന്റെ തിരുശേഷിപ്പിന് മുന്നിൽ പ്രാർത്ഥിച്ചു. വിടവാങ്ങും മുമ്പ് ബസിലിക്കയുടെ കവാടത്തിൽ പാപ്പയെ കാത്തുനിന്ന ജനങ്ങൾ അഭിവാദ്യം ചെയ്യുകയും നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തു. ബാരിയുടെ തെരുവുകളിൽ നൂറുകണക്കിന് ആളുകൾ കാത്തുനിന്നിരുന്നു. മെഡിറ്ററേനിയൻ ബിഷപ്പുമാരുടെ സമാധാന യോഗത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ട് നടന്ന ദിവ്യബലിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ മുഖ്യകാർമ്മികത്വം വഹിച്ചു. പാപ്പ വാഹനത്തിൽ ഫ്രാൻസിസ് പാപ്പയെ കണ്ടപ്പോൾ ജനങ്ങൾ ആർപ്പുവിളിച്ചു. മെഡിറ്ററേനിയൻ നഗരങ്ങളെ പ്രതിനിധീകരിക്കുന്ന ബിഷപ്പുമാരാണ് എത്തിയിരുന്നത്. മതനേതാക്കൾക്ക് പുറമെ ഇറ്റലിയുടെ പ്രസിഡന്റ് സെർജിയോ മാറ്ററെല്ലയും സന്നിഹിതനായിരുന്നു. പാപ്പ എത്തിയപ്പോൾ എല്ലാവരും ഈ സമ്മേളനത്തിന്റെ ആപ്തവാക്യമായ സമാധാന രാജാവായ ക്രിസ്തു എന്ന ഗാനം ആലപിച്ചു. ദിവ്യബലിയിലെ പ്രസംഗത്തിൽ കൂട്ടുകാരെ മാത്രമല്ല ശത്രുവിനെയും സ്നേഹിക്കേണ്ടതിന്റെ പ്രാധാന്യം പാപ്പ വിവരിച്ചു. ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കാനും ക്ഷമിക്കാനുമാണ് ക്രിസ്ത്യാനികൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എല്ലാവരെയും സ്നേഹിക്കുന്നതിൽ നമുക്ക് ഒഴിവ് പറയാനാകില്ല. സൗകര്യപ്രദമായ വിവേകമല്ല നാം പ്രസംഗിക്കുന്നത്. കർത്താവിന്റെ വിവേകം അതായിരുന്നില്ല. അവൻ ഒത്തുതീർപ്പിന് നിന്നില്ല. ഉപവിയുടെ തീവ്രവാദമാണ് അവൻ ആവശ്യപ്പെട്ടത്. ക്രിസ്ത്യാനിക്ക് ഒറ്റ തീവ്രവാദമേ അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ, സ്നേഹത്തിന്റെ തീവ്രവാദം. വെറുപ്പിന്റെ സംസ്കാരത്തെ എതിർക്കണമെങ്കിൽ നമ്മെ അസ്വസ്ഥമാക്കുന്ന മനുഷ്യരെയും
സാഹചര്യങ്ങളെയും കുറിച്ചുള്ള പരാതി പറയുന്നത് നിർത്തണം. പകരം നൽകാനും ക്ഷമിക്കാനും നമുക്കാകണം. ഇതാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രിസ്തുവിന്റെ വിപ്ലവം. വെറുക്കാനുള്ള ശത്രുവിന് പകരം സ്നേഹിക്കാനുള്ള ശത്രു, പരാതിയുടെ സംസ്കാരത്തിന് പകരം നൽകാനുള്ള സംസ്കാരം. നാം യേശുവിൻ്റെതാണെങ്കിൽ ഇതേ മാർഗമുള്ളൂ, മറ്റൊന്നില്ല. സമാധാനത്തിനു വേണ്ടിയുള്ള തങ്ങളുടെ കൂട്ടായ പരിശ്രമം ഉണ്ടാകുമെന്ന് ദിവ്യബലിക്ക് ശേഷം ബാരി ആർച്ച് ബിഷപ്പ് മോൺസിഞ്ഞോർ ഫ്രാൻസിസ്കോ കക്കുച്ചി ഉറപ്പു നൽകി. പാപ്പ അദ്ദേഹത്തിനൊരു സ്വർണ്ണ കാസ സമ്മാനിച്ചു. തുടർന്ന് യാമപ്രാർത്ഥനയിൽ വെറുപ്പിന്റെയും സംഘർഷത്തിന്റെയും മനോഭാവം ഉപേക്ഷിക്കാൻ പാപ്പ അപേക്ഷിച്ചു. മെഡിറ്ററേനിയൻ ഉള്ളവർക്ക് വേണ്ടി പാപ്പ പ്രത്യേകം പ്രാർത്ഥിച്ചു. ആട്ടിടയന്മാർ എന്ന നിലയിൽ നിന്ന് അന്താരാഷ്ട്ര സമൂഹത്തോടായി ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്: ആയുധങ്ങളുടെ ശബ്ദം നിർത്തൂ. പ്രതിരോധിക്കാൻ കഴിയാത്ത പാവങ്ങളുടെ വിലാപം കേൾക്കൂ. ആഘോഷങ്ങൾക്ക് ശേഷം പാപ്പ വത്തിക്കാനിലേക്ക് മടങ്ങി. ഹ്രസ്വമെങ്കിലും തീവ്രവും സുപ്രധാനവുമായിരുന്നു ഈ സന്ദർശനം. ആയിരത്തി 1964 മുതൽ യൂറോപ്പിന്റെ ശാന്തിക്കായി വിവിധ രാജ്യങ്ങളിൽ യൂറോപ്പിന്റെ സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടിയുള്ള വിശുദ്ധ ബെനഡിക്റ്റിന്റെ ദീപശിഖ ഇക്കൊല്ലം മാർപ്പാപ്പയുടെ അനുഗ്രഹാശിസുകളോടെ ബുഡാപെസ്റ്റിലേക്ക്. 1964 യൂറോപ്പിന്റെ മധ്യസ്ഥ വിശുദ്ധനായി പോൾ 6 മാർപ്പാപ്പ വിശുദ്ധ ബെനഡിക്റ്റിനെ പ്രഖ്യാപിച്ചു. ആ വർഷം മുതൽ പ്രോ പാച്ചേൻ എന്തു യൂറോപ്പ യൂന എന്ന ദീപശിഖ യൂറോപ്പിൽ സഞ്ചരിക്കുന്നത് പതിവായി. ഈ നവോത്ഥാന കലാകാരന്മാരാണ് യൂറോപ്പിൽ സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടിയുള്ള ഈ പാരമ്പര്യ അനുഷ്ഠാനത്തിന്റെ സംവാഹകർ. എല്ലാ വർഷവും മാർപ്പാപ്പ വെഞ്ചരിക്കുന്ന ദീപശിഖ 3 നഗരങ്ങളിലൂടെ പ്രയാണം നടത്തും. സുബേക്കോ, നോർഷ്യ, കാസിനോ എന്നിവിടങ്ങളിലാണ് ദീപശിഖയുടെ പ്രയാണം. ഇത് വഹിച്ചുകൊണ്ട് ഓരോ വർഷവും വിവിധ പാതകളിലൂടെയാണ് ഈ യാത്ര. കാലിക സമൂഹത്തിന് ബെനഡിക്റ്റിന്റെ മൂല്യങ്ങൾ മാതൃകയാണെന്ന സന്ദേശം പ്രചരിപ്പിക്കാൻ കൂടിയാണ് ഈ ദീപശിഖ യാത്ര. വിശുദ്ധ ബെനഡിക്റ്റിന്റെ ദീപശിഖ നിരവധി യൂറോപ്യൻ നഗരങ്ങളിൽ സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടിയുള്ള പ്രയാണം നടത്തിയിരുന്നു. സെപ്റ്റംബർ 11 ആക്രമണങ്ങളെ തുടർന്ന് 2011 ദീപശിഖ ന്യൂയോർക്കിലാണ് പ്രയാണം നടത്തിയത്. വത്തിക്കാൻ പാപ്പയുടെ നോമ്പുകാല സന്ദേശം അവതരിപ്പിച്ചു. ആഗോള വെല്ലുവിളികളെ അതിജീവിക്കുവാൻ സന്ദേശം ആഹ്വാനം ചെയ്തു. 2 കൊറിന്തോസ് 5:20 വചനമാണ് 2020 നോമ്പുകാല സന്ദേശമായി പാപ്പ വിശ്വാസികൾക്ക് നൽകിയത്. ഞങ്ങൾ വഴി ദൈവം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ദൈവത്തോട് രമ്യതപ്പെടുവിൻ എന്നതാണ് ആ വാക്യം. ക്രിസ്തുവിന്റെ മരണവും ഉത്ഥാനവും വഴി മാനസിക പരിവർത്തനവും സംഭാഷണവും അടിയന്തരമായി കൊണ്ടുവരേണ്ടതിന്റെ പ്രാധാന്യമാണ് പാപ്പ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നത്. കുരിശിലേറിയ യേശുവിന്റെ രൂപം മാത്രമല്ല, ലോകമെമ്പാടും സമാനമായ പീഡകളേൽക്കുന്ന എല്ലാ മനുഷ്യരെയും കുറിച്ചുള്ള ധ്യാനമാണ് ഈ വേളയിൽ പരിശുദ്ധ പിതാവ് നമ്മോട് ആവശ്യപ്പെടുന്നതെന്ന് സമഗ്ര മാനവിക വികസനം വളർത്താനുള്ള കാര്യാലയത്തിന്റെ പ്രീഫെക്ട് കർദിനാൾ പീറ്റർ ടക്സൺ പറഞ്ഞു. കൊറോണ വൈറസ് രോഗം പടർന്നു പിടിച്ച പശ്ചാത്തലത്തിൽ ലോകമെങ്ങുമുള്ള രോഗബാധിതരുടെ കരുതൽ റോമിലെ ബാംബിനോ യേശു ഹോസ്പിറ്റൽ പ്രസിഡന്റ് ഡോക്ടർ മരിയല്ല യേനോക്ക് ഊന്നിപ്പറഞ്ഞു. ഇത് ആഫ്രിക്കയിലേക്ക് പടരുമോ എന്നതാണ് തന്റെ ഏറ്റവും വലിയ സംശയമെന്ന് വ്യക്തമാക്കിയ അവർ, അങ്ങനെ സംഭവിച്ചാൽ അത് നിയന്ത്രണ വിധേയമാക്കുന്നത് കഠിന ശ്രമമായിരിക്കുമെന്ന് വിവരിച്ചു. ഇവിടെ ഇറ്റലിയിലെ കുറച്ചു കേസുകളിൽ നാം എടുത്ത ശുശ്രൂഷ മതിയാവില്ല. അവിടെ തീർച്ചയായും നാം ഇവിടെ വേണ്ട എല്ലാ മുൻകരുതലുകളും വൈദ്യപരിചരണവും സ്വീകരിക്കും. പക്ഷേ നാം മാത്രമല്ല ഈ പരിചരണത്തിന് അർഹതപ്പെട്ടവർ എന്ന ധാരണ നമുക്കുണ്ടാവണം. അതിനാൽ ഇന്നത്തെ വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യത്തിൽ സംഭാഷണം, മഹാമനസ്കത എന്നിവയ്ക്ക് വർദ്ധിതമായ ചിന്ത നൽകേണ്ടതുണ്ട്. പൊതു നന്മയ്ക്കുള്ള കൃത്യമായ പ്രവർത്തനമായി മാറും വിധം വ്യക്തിപരമായ പരിവർത്തനം ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനമാണ് ഓരോ വ്യക്തിക്കും ഉണ്ടാകേണ്ടതെന്ന് നോമ്പുകാല സന്ദേശം പറയുന്നു. ലിബിയയിൽ IS കൊലപ്പെടുത്തിയ 30 എത്യോപ്യൻ രക്തസാക്ഷികളുടെ മൃതദേഹം കണ്ടെടുത്ത് സംസ്കരിക്കുമെന്ന് എത്യോപ്യൻ കർദിനാൾ. ആഫ്രിക്കയിൽ ഇപ്പോഴുള്ള 17 കർദിനാൾമാരിൽ ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്നവരിൽ ഒരാളാണ് എത്യോപ്യയിലെ 71-കാരനായ കർദിനാൾ ബർഹാനേസ്യൂസ് സൗറാഫിൽ. ലണ്ടനിലും റോമിലുമാണ് പഠനം പൂർത്തിയാക്കിയത്.
വൈദികനായിരിക്കെ എത്യോപ്യയിൽ കമ്മ്യൂണിസ്റ്റ് അടിച്ചമർത്തൽ കാലത്ത് 7 വർഷം ജയിലിലായിരുന്നു. എത്യോപ്യയിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എക്കാലത്തും സമാധാനപരമായി ജീവിച്ചവരാണെന്ന് കർദിനാൾ വിവരിക്കുന്നു. പള്ളികളും മോസ്കുകളും അവർ ഒരുമിച്ചാണ് നിർമ്മിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ സ്ഥിതി രാഷ്ട്രീയ കാരണങ്ങളാൽ മാറുന്നു. മതതീവ്രവാദികൾ രംഗത്തിറങ്ങുകയും പീഡനങ്ങൾ നടത്തുകയും ദേവാലയങ്ങൾ കത്തിക്കുകയുമാണ്. ചിലപ്പോൾ അവർ മോസ്കുകൾ പോലും കത്തിക്കുന്നു. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും യഥാർത്ഥത്തിൽ ആശയക്കുഴപ്പത്തിലാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് വ്യക്തമാകുന്നില്ല. മതപരം എന്നതിനേക്കാൾ രാഷ്ട്രീയമായ പുതിയ തരം പീഡനമാണ് നടക്കുന്നത്. ലിബിയയിൽ 2015 IS തീവ്രവാദികൾ കൊലപ്പെടുത്തിയ 30 എത്യോപ്യൻ രക്തസാക്ഷികളുടെ മൃതദേഹം കണ്ടെടുത്ത് തന്റെ രാജ്യത്ത് സംസ്കരിക്കുമെന്ന് കർദിനാൾ പറഞ്ഞു. ഒന്നുകിൽ മുസ്ലിം ആവുക, അല്ലെങ്കിൽ അവർ നിങ്ങളെ കൊല്ലും എന്നാണ് പറഞ്ഞത്. പക്ഷേ അവർ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞു. അങ്ങനെ ലിബിയൻ കാടുകളിൽ വെച്ച് അവർ കൊല്ലപ്പെട്ടു. ക്രിസ്തുമതത്തിന്റെ തുടക്കം മുതലേ പീഡനമുണ്ട്. റോമ സാമ്രാജ്യത്തിൽ റോമൻ ഭരണാധികാരികൾ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്നു. പക്ഷേ റോമൻ ചക്രവർത്തിമാർ പിന്നീട് ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തു. പക്ഷേ പീഡനങ്ങൾ പിന്നെയും മറ്റു സ്ഥലങ്ങളിൽ അരങ്ങേറി. പാശ്ചാത്യ രാജ്യങ്ങളിൽ മറ്റൊരു സൂക്ഷ്മതല പീഡനമാണ് ക്രിസ്തുമതത്തിനെതിരെ നടക്കുന്നതെന്നും അത് നിസ്സഹതയാണെന്നും കർദിനാൾ പറഞ്ഞു. യൂറോപ്പിന് സഭ നൽകിയ സമ്മാനമാണ് തത്വശാസ്ത്രവും വേദശാസ്ത്രവും. അതിനാൽ ക്രിസ്ത്യൻ പൈതൃകത്തെക്കുറിച്ച് അവർ ലജ്ജിതരാകാതെ ഇക്കാര്യം ഗൗരവമായി എടുക്കണം. എരിത്രയുമായി 20 വർഷം നീണ്ടുനിന്ന യുദ്ധത്തിന്റെ ഒടുവിൽ അനുരഞ്ജനത്തിനും സമാധാനത്തിനും വേണ്ടിയുള്ള ദേശീയ കമ്മീഷന്റെ കോർഡിനേറ്ററായി നിയമിതനായത് വെറും 2% മാത്രമുള്ള കത്തോലിക്ക സഭയുടെ ഈ കർദിനാളാണ്. വംശീയവും രാഷ്ട്രീയവുമായ സംഘർഷങ്ങളാൽ മുഖരിതമായ ഒരു പ്രദേശത്ത് ഇത് വളരെ ശ്രമകരമായ ജോലിയാണ്. ഇറാഖി കുർദിസ്ഥാൻ പ്രധാനമന്ത്രി വത്തിക്കാനിലെത്തി ഫ്രാൻസിസ് മാർപ്പാപ്പയെ സന്ദർശിച്ചു. ഇറാഖിലും മധ്യേഷ്യയിലുമുള്ള സ്ഥിതിഗതികൾ തങ്ങൾ സംസാരിച്ചതായി മസ്രൂർ ബർസാനി പറഞ്ഞു. തന്റെ രാജ്യത്തേക്ക് പാപ്പയെ പ്രധാനമന്ത്രി വീണ്ടും ക്ഷണിച്ചു. സഹിഷ്ണുത വളർത്താനും തീവ്രവാദം ഇല്ലാതാക്കാനും മതാന്തര ചർച്ചകൾക്കുള്ള പ്രാധാന്യവും അവർ ചർച്ച ചെയ്തു. ഈ സന്ദേശം ഇങ്ങനെയൊരു സമ്മാനം നൽകിക്കൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എടുത്തു പറഞ്ഞത്. അബുദാബിയിൽ 1 വർഷം മുൻപ് മുസ്ലിം നേതാക്കളുമായി മനുഷ്യ സൗഹാർദ്ദത്തെക്കുറിച്ച് ഒപ്പുവെച്ച രേഖ പാപ്പ പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു. വിവിധ മതങ്ങളിലുള്ള ജനങ്ങൾ അന്യോന്യം ആലിംഗനം ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹമെന്ന് പാപ്പ വ്യക്തമാക്കി. ഇസ്ലാമിക സ്റ്റേറ്റ് പരാജയപ്പെട്ട ശേഷം ഒരു പട്ടണത്തിൽ ഉയർത്തിയ ഈ കുരിശിന്റെ ഫോട്ടോ പാപ്പയെ ഏറെ ആകർഷിച്ചു. പരസ്പരം പ്രാർത്ഥനാ അഭ്യർത്ഥനകളോടെയാണ് ഇരുവരും കൂടിക്കാഴ്ച അവസാനിപ്പിച്ചത്. ഇറാഖ് പ്രസിഡന്റ് ബർഹം സലീഹ് ഏതാനും ആഴ്ച മുൻപ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ സന്ദർശിച്ചിരുന്നു. ഇറാഖിലെ ക്രിസ്ത്യാനികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും രാജ്യത്തിന്റെ ഭാവിയിൽ അവർക്കും പങ്കാളിത്തം നൽകണമെന്നും പാപ്പ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു. യുവ കത്തോലിക്കർക്ക് വേദപഠനത്തിനായി പുതിയ ടൂൾ. കുട്ടികൾക്കായി വേദപഠനം ഒരുക്കാൻ യുകാറ്റ് ഫോർ കിഡ്സ് എന്ന പുതിയ ടൂൾ രംഗത്ത്. ലോകത്തെയും അതിലെ സർവ്വസൃഷ്ടികളെയും തത്വസംഹിതയെയും കൂദാശകളെയും കൽപ്പനകളെയും കുറിച്ച് കുട്ടികളിൽ ആഴത്തിലുള്ള അറിവ് വികസിപ്പിക്കാൻ ഉപകരിക്കുന്ന വർണ്ണാഭവും അർത്ഥവത്തുമായ പുസ്തകമാണ് ഇത്. ചിത്രങ്ങളും കഥാപാത്രങ്ങളും പുസ്തകത്തെ രസകരമായ അനുഭവമാക്കി മാറ്റുന്നു. നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും മികച്ചത് കൊടുക്കാൻ നോക്കും. നല്ല വിദ്യാഭ്യാസം, ഭക്ഷണം, വസ്ത്രമൊക്കെ. എനിക്ക് തോന്നുന്നത് ക്രിസ്തീയ കാഴ്ചപ്പാടിൽ ക്രിസ്തുവുമായി അവരെ സൗഹൃദത്തിലാക്കലാണ് ഏറ്റവും സനാതന മൂല്യമുള്ള കാര്യം. യുകാറ്റ് ഫോർ കിഡ്സിന് ഒരു സവിശേഷതയുണ്ട്. ഫ്രാൻസിസ് പാപ്പയാണ് അതിന്റെ ആമുഖം തയ്യാറാക്കിയിരിക്കുന്നത്. ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്, മരണാനന്തരം എന്ത് സംഭവിക്കും എന്നീ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ചോദ്യങ്ങൾക്ക് ഈ വേദോപദേശം ഉത്തരം നൽകുന്നുവെന്ന് പാപ്പ പറഞ്ഞു. ഫ്രാൻസിസ് പാപ്പ ഇതിന് ആമുഖം എഴുതിയത് ശരിക്കും ഞങ്ങൾക്ക് അഭിമാനകരമായി. ഞങ്ങൾക്ക് പ്രോത്സാഹനവും. കുടുംബങ്ങളെയും ഇടവകളെയും ഇത് വെച്ച് പ്രവർത്തിക്കാൻ ക്ഷണിക്കുന്നു. യേശുവുമായി എങ്ങനെ യുവജനതയെ ബന്ധിപ്പിക്കാമെന്നും ക്രിസ്തീയ ജീവിതം രൂപീകരിച്ചെടുക്കാമെന്നുമുള്ള കുടുംബങ്ങൾക്കും ഇടവകകൾക്കും വേണ്ട മികച്ച പഠന സാമഗ്രിയാണ് ഇത്. ദൈവവുമായി ജീവിതത്തിൽ ഉടനീളം തുടരാവുന്ന ബന്ധം വിവരിച്ചുകൊണ്ടാണ് തുടക്കം. റോമിന്റെ സ്ഥാപകരിൽ ഒരാളായ റൊമുലസിനായി സമർപ്പിച്ചിരുന്ന പ്രാചീന സ്മാരകം കണ്ടെത്തി. റോമൻ ഫോറത്തിന്റെ മധ്യത്തിൽ കൂരിയ ജൂലിയയുടെ പാദഭാഗത്ത് നൂറ്റാണ്ടുകളായി ഈ ചരിത്ര സ്മാരകം കാണപ്പെടാതെ കിടക്കുകയായിരുന്നു.
പാരമ്പര്യമനുസരിച്ച് ഇത് റോമിന്റെ സ്ഥാപകരിലൊരാളായ റോമുലസിന് സമർപ്പിക്കപ്പെട്ടതാണ്. ആർക്കിയോളജിക്കൽ പാർക്ക് കൊളോസിയത്തിന്റെ ഡയറക്ടർ അൽഫോൻസിനോ റൂസോ ഇതൊരു സ്മാരകമാണെന്ന് വ്യക്തമാക്കി. റോമുലസ് സംസ്കരിക്കപ്പെട്ടിട്ടില്ല. ക്യൂറിനസ് ദേവതയെപ്പോലെ റോമുലസ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടുവെന്നാണ് ചിലർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു സ്മാരകമാണ്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനമാണ് പര്യവേഷണങ്ങൾ നടന്നതെന്ന് ആർക്കിയോളജിസ്റ്റായ യാവിയർ ഏഞ്ചൽ ഡൊമിംഗോ പറഞ്ഞു. ഇന്ന് റോമൻ ഫോറത്തിൽ നാം കാണുന്നത് പോലുള്ള ഒരു നിർമ്മാണം അവിടെ കണ്ടെത്താനായി. റോമുലസുമായി ബന്ധപ്പെട്ട അവശിഷ്ടങ്ങളാണ് ഇതെന്ന നിഗമനത്തിൽ എത്തിയത് ഇങ്ങനെയാണ്. ജിയേക്കോമോ ബോണിയാണ് ഇങ്ങനെയൊരു സ്മാരകമുണ്ടെന്ന് 20-ാം നൂറ്റാണ്ടിൽ ആദ്യമായി കണ്ടെത്തിയത്. അദ്ദേഹം ഈ പ്രദേശം മുഴുവൻ കണ്ടെത്തി. 120 വർഷങ്ങൾക്ക് ശേഷം എന്താണ് ബോണിക്ക് കണ്ടെത്താനായതെന്ന് ഗവേഷകർക്ക് മനസ്സിലാവുകയാണ്. ഒരു മാർബിൾ ബോക്സും ചെറിയ സിലിണ്ടറുമാണ് അന്ന് ബോണി കണ്ടെത്തിയത്. റോമുലസ് സ്മൃതി അടഞ്ഞെന്ന് കരുതുന്നതിന് അടുത്താണ് ഈ സ്മാരകം കണ്ടെത്തിയത്. നൂറ്റാണ്ടുകളോളം റോമിന്റെ സ്ഥാപകരിലൊരാളായ റോമുലസിനെ ആദരിക്കാനായി ആഘോഷങ്ങൾ നടന്നിരുന്ന സ്ഥലമാണ് ഇത്. ലോകമെമ്പാടുമുള്ള കത്തോലിക്കരെ ഇങ്ങനെയൊരു ദൃശ്യം ഞെട്ടിപ്പിച്ചു. കൊറോണ വൈറസ് പകർച്ചവ്യാധിയെ തുടർന്ന് ഹോങ്കോങ് രൂപത ഇന്റർനെറ്റിലൂടെ ദിവ്യബലിയിൽ പങ്കെടുക്കാൻ നടത്തിയ ആഹ്വാനമാണിത്. ക്ഷാരബുധനാഴ്ച ഉൾപ്പെടെ ഈ രൂപതയിലെ ആരാധനാ ശുശ്രൂഷകൾ വൈറസ് ബാധ മൂലം റദ്ദു ചെയ്യേണ്ടി വന്നു. ദുരന്തം തുടരുകയാണെങ്കിൽ വിശുദ്ധരാവാത്തവരെയും ഇത് ബാധിക്കും. വടക്കൻ നഗരങ്ങളായ മിലാനും ബൊളോഞ്ഞയും ഇപ്പോൾ അവിടുത്തെ ദേവാലയങ്ങൾ തുറന്നുവെച്ചിരിക്കുകയാണെങ്കിലും വലിയ പൊതു ആഘോഷങ്ങളും പരിപാടികളും വേദധ്യാപനവും വരെ റദ്ദാക്കിയിരിക്കുകയാണ്. ചില നിബന്ധനകളും അവിടെ വരുത്തിയിട്ടുണ്ട്. സമാധാനം ആശംസിക്കുമ്പോൾ ശാരീരിക സ്പർശനം അരുത്. ദേവാലയങ്ങളിൽ ക്ഷാരബുധൻ ആചരിച്ചു, പക്ഷേ ഓൺലൈനിലും അതിൽ സംബന്ധിക്കാമായിരുന്നു. ശവസംസ്കാരത്തിന് ഹ്രസ്വമായ ആരാധനാക്രമം നിർദ്ദേശിക്കപ്പെട്ടു. അടുത്ത ബന്ധുക്കൾ മാത്രമേ വിവാഹത്തിനെത്താവൂ. വിശുദ്ധജലം ദേവാലയത്തിലെ തീർത്ഥങ്ങളിൽ നിന്നും ഒഴിവാക്കി. ഇടവകകളിൽ ഭക്ഷണം വീട്ടിലേക്ക് കൊണ്ടുപോകാവുന്ന പാക്കറ്റുകളിൽ മാത്രം, അതും ആവശ്യപ്പെടുന്നവർക്ക് മാത്രമായി നിജപ്പെടുത്തി. ഇറ്റലിയിൽ ഒരാഴ്ചയായി ഈ നിബന്ധനകൾ നടപ്പിൽ വന്നു. ചൈനയിൽ അതിനു മുമ്പ് തന്നെ. ഇപ്പോൾ ആശങ്കപ്പെടുന്നത് കത്തോലിക്കരുടെ ഏറ്റവും പ്രധാനമായ വിശുദ്ധവാരത്തിലും സ്ഥിതി ഇതുതന്നെയായിരിക്കുമോ എന്നാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് 12-ാം പിയൂസ് മാർപ്പാപ്പ നടത്തിയ തന്ത്രപ്രധാന നീക്കങ്ങളെക്കുറിച്ച് ഗവേഷകർക്ക് പഠിക്കാനായി വത്തിക്കാൻ അതിന്റെ പുരാവസ്തുക്കൾ തുറന്നുകൊടുത്തു. 2028 തുറക്കേണ്ടിയിരുന്ന ഈ രേഖകൾ 8 വർഷം മുൻപ് ഗവേഷണത്തിനായി തുറക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ തീരുമാനിക്കുകയായിരുന്നു. എന്തുകൊണ്ട് 12-ാം പിയൂസ് പാപ്പ ആ സമയത്തെ ജൂതവിരുദ്ധ പീഡനങ്ങളെ അപലപിച്ചില്ലെന്നും രഹസ്യമായി ജൂതരെ കന്യാസ്ത്രീ മഠങ്ങളിലും ആശ്രമങ്ങളിലും തന്റെ തന്നെ ഭവനത്തിലും പാർപ്പിച്ചുവെന്നും ഈ രേഖകൾ വ്യക്തമാക്കും. വാഷിംഗ്ടണിലെ ഹോളോകോസ്റ്റ് മെമ്മോറിയലിലെ വിദഗ്ധരായിരിക്കും ആദ്യം ഈ രേഖകൾ പരിശോധിക്കുന്നത്. സാന്താ റൊമാന ദേവാലയത്തിലെ ആർക്കൈവിസ്റ്റ് കർദിനാൾ ജോസ് ടൊളന്റീനോ പറയുന്നു, സഭ ചരിത്രത്തെ ഭയക്കുന്നില്ലെന്നാണ് ഞങ്ങൾ കണ്ടപ്പോൾ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത്. ഈ പുരാവസ്തുക്കൾ തുറക്കുന്നതോടെ തങ്ങളുടെ ചരിത്രവും രേഖകളും അത് പഠിക്കാൻ താൽപ്പര്യമുള്ള ആർക്കു മുൻപിലും പങ്കുവെക്കണമെന്ന അഭിലാഷവും പ്രശാന്തതയുമാണ് സഭ പ്രകടിപ്പിക്കുന്നത്. വത്തിക്കാൻ അപ്പസ്തോലിക് ആർക്കൈവിന്റെ വൈസ് പ്രീഫെക്ട് പൗലോ വിയാൻ പറയുന്നു, അന്നത്തെ സംഭവങ്ങളെ വിശാലവും ആഴമേറിയതുമായ കാഴ്ചപ്പാടിൽ വിധിയെഴുതാനും മനസ്സിലാക്കാനുമുള്ള കഴിവ് ഈ രേഖകൾ പ്രദാനം ചെയ്യും. പ്രൊപ്പഗാൻഡ ഫിദയുടെ ലൂയിസ് മാനുവൽ പെനാറാമസ് പറയുന്നത്, അമേരിക്കയും സഖ്യശക്തികളും റോം തകർക്കുന്നതിനെ പിയൂസ് 12 തടഞ്ഞു. ജർമ്മൻകാർ നഗരത്തിന് കൂടുതൽ നാശമുണ്ടാക്കാതെ അവിടം വിടുന്നതിലും പങ്കുവഹിച്ചു. 16 ദശലക്ഷം രേഖകളാണ് പിയൂസ് 12 ആർക്കൈവിൽ നിന്നും മാർച്ച് 2 മുതൽ ഗവേഷകർക്ക് ലഭ്യമാകുന്നത്. 20 പേർ 14 വർഷം കൊണ്ടാണ് ഇത് ക്ലാസിഫൈ ചെയ്തത്. വത്തിക്കാൻ അപ്പസ്തോലിക് ആർക്കൈവിന്റെ അലസാൻഡ്രോ ഡിഗ്വസ് പറയുന്നത്, വളരെയധികം രേഖകളാണ് ഉള്ളത്. അതിനാൽ വളരെ ശാന്തമായും എല്ലാറ്റിനുമുപരി ഇന്റർ ഡിസിപ്ലിനറി മനോഭാവത്തോടും കൂടിയോ ഇവ പരിശോധിക്കാനാവൂ. ഓരോ വിഷയവും വിവിധ സ്രോതസ്സുകളുമായി ചർച്ച ചെയ്യേണ്ടി വരും. സഭാഭരണവും മാർപ്പാപ്പയും രൂപതകളും തമ്മിലുള്ള ബന്ധവും വേദശാസ്ത്ര വികസനവും ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ ഉണ്ടായിരുന്നു. നിരവധി ആശയങ്ങളുടെയും വിശാലമായ കാഴ്ചപ്പാടുകളുടെയും കാര്യങ്ങൾ പരിശോധിക്കേണ്ടി വരും. പേപ്പസി കാലത്തിന്റെ ഒറ്റ വിഷയം മാത്രമായി ഇതിനെ ചുരുക്കാനാവില്ല. വത്തിക്കാൻ അപ്പസ്തോലിക് ആർക്കൈവിന്റെ പ്രിഫെക്ട് സെർജിയോ പജാനോ പറയുന്നത്, പിയൂസ് 12 സുനഹദോസ് വിളിച്ചു ചേർക്കണമെന്നോ ഉണ്ടായിരുന്നുവെങ്കിലും അത് വേണ്ടെന്ന് അദ്ദേഹം തീരുമാനിച്ചു. സഭയെ അതികഠിനമായ ഒരു കാലത്തിലൂടെ ശക്തമായ വ്യക്തിപ്രഭാവത്തിലൂടെ അദ്ദേഹം നയിച്ചു. ഈ പുരാവസ്തുക്കൾ ഒരേ സമയം 60 ഗവേഷകർക്ക് ഉപയോഗിക്കാവുന്ന വിധമാണ് ഒരുക്കിയിരിക്കുന്നത്.
20-ാം നൂറ്റാണ്ടിലെ ഈ നായകന്റെ പൂർണ്ണ ചിത്രം കണ്ടെത്താൻ 160 പേർ ഇതിനകം രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. ഈശോയുടെ തിരുഹൃദയത്തെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരു ചലച്ചിത്രം. കൊറാസോൺ ആർഡിയന്റെ അഥവാ ആർ ആർഡന്റ് ഹാർട്ട്. ഇനിയും ഭൂമിയിൽ ഒരുപാട് മനുഷ്യർക്കും അജ്ഞാത രഹസ്യവുമായി തുടരുന്ന ദിവ്യകാരുണ്യത്തെ വർണ്ണിക്കുന്ന പുതിയ സിനിമ പുറത്തിറങ്ങുന്നു. ആർദ്രഹൃദയം എന്ന സിനിമ പകുതി കഥയും പകുതി ഡോക്യുമെന്ററിയുമാണ്. ലോകമെമ്പാടുമുള്ള മനുഷ്യരെ യോജിപ്പിക്കുന്ന ആരാധന ബിന്ദുവാണ് ഈശോയുടെ തിരുഹൃദയം. അത്രയേറെ പ്രസിദ്ധമാണെങ്കിലും മാനവരാശിയുടെ വലിയൊരു വിഭാഗത്തിനും തിരുഹൃദയം അജ്ഞാതമാണ്. ആർദ്രഹൃദയത്തിലെ നായക കഥാപാത്രം കരയുമ ലോസാനോ പറയുന്നു, തിരുഹൃദയ ആരാധന കൂടുതൽ പേർ അടുത്തറിയേണ്ടതുണ്ട്. ഒട്ടേറെ പേർ അതേക്കുറിച്ച് കേട്ടിട്ടേയില്ല. അവർക്ക് തിരുഹൃദയം എന്താണെന്ന് പോലും അറിയില്ല. ദിവ്യകാരുണ്യാരാധന എല്ലാ കാലത്തിനും ആവശ്യവും പ്രസക്തവുമാണ്. ഇത് യേശുവിന്റെ കേന്ദ്രത്തിലേക്ക്, അവന്റെ ഹൃദയത്തിലേക്ക് നമ്മെ എത്തിക്കുമെന്നതിനാൽ അത്രയേറെ മൂല്യവത്തുമാണ്. ആർദ്രഹൃദയം ഈ ഉദ്ദേശത്തിനായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പ്രശസ്തനായ എഴുത്തുകാരൻ ഈശോയുടെ തിരുഹൃദയത്തിന്റെ പ്രത്യക്ഷീകരണം അന്വേഷിക്കുന്നതാണ് കഥാതന്തു. തന്റെ അടുത്ത പുതിയ നോവലിന് പ്രചോദനം തേടിയാണ് ഈ യാത്ര. സിനിമ പകുതി കഥയും പകുതി ഡോക്യുമെന്ററിയുമാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, അഫ്ഗാനിസ്ഥാനിൽ, സ്പാനിഷ് പട്ടാളക്കാർക്കിടയിൽ, ഇക്കദോറിൽ ഒക്കെയാണ് ഇത് ചിത്രീകരിച്ചത്. ഇതിന്റെ സംവിധായകനായ അന്തോണിയോ കുവാദ്രി പറയുന്നു, ആർദ്രഹൃദയം തനതും നവീനവും കാഴ്ചക്കാർക്ക് ഏറെ രസകരവുമായ രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്കെ ഉൾപ്പെടെയുള്ളവർക്ക് തിരുഹൃദയത്തിൽ നിന്ന് ലഭിച്ച സന്ദേശങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള തിരുഹൃദയ ആത്മീയത അന്വേഷിക്കുകയാണ് ഈ ചിത്രം. അതുപോലെ തന്നെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ കഥയും ഈ സിനിമ പറയുന്നു. എങ്കിലും ചരിത്ര യാഥാർത്ഥ്യങ്ങളിൽ സിനിമയെ പരിമിതപ്പെടുത്തിയിട്ടില്ല. ഈശോയുടെ തിരുഹൃദയം ജനജീവിതങ്ങളിൽ ഉണ്ടാക്കുന്ന സ്വാധീനം ചിത്രം പരിശോധിക്കുന്നു. ഒരാൾ ചിത്രീകരണ സ്റ്റുഡിയോയിലേക്ക് എത്തി പറഞ്ഞു, അയാൾ ആത്മഹത്യ ചെയ്യാനായി കാർ ഓടിക്കുകയായിരുന്നു. പെട്ടെന്ന് റേഡിയോ ഓൺ ചെയ്തപ്പോൾ കേട്ട ശബ്ദമാണ് ഇത്. റേഡിയോ ഓൺ ചെയ്തപ്പോൾ കേട്ട ശബ്ദം ഇതാണ്, നീ എന്തായാലും, നീ എന്താണ് ചെയ്തതെങ്കിലും ദൈവം നിന്നെ സ്നേഹിക്കുന്നു. വരും മാസങ്ങളിൽ സ്പെയിൻ, പോളണ്ട്, മെക്സിക്കോ, കൊളംബിയ, പ്യൂർട്ടോറിക്കോ, പനാമ, ഖത്തർ എന്നിവിടങ്ങളിൽ സിനിമ പ്രദർശനത്തിനെത്തും.